നമസ്കാരം രഞ്ജിത്തേട്ടാ. നമസ്തേ നമസ്തേ. ചേട്ടാ, ഇന്നിപ്പോൾ നമ്മുടെ ബന്ദ് കാര്യമായിട്ട് പുരോഗമിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഇന്ന് രാത്രി 12 മണി വരെയാണ് ബന്ദ്. ഈ വൈകിയ വേളയിൽ ഒരു സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെയായ താങ്കൾക്ക് ഈ ഇന്നലെ രാത്രി 12 മണിക്ക് ആരംഭിച്ച ഈ ദേശീയ പണിമുടക്ക്, അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദേശീയ പണിമുടക്ക് എന്ന് പറയുന്നതാകും ശരി. ആ പണിമുടക്ക് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ പണിമുടക്ക് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇത് പണിമുടക്കാണോ? ഇന്ന് ഏതാണ്ട് ഹർത്താലോ അല്ലെങ്കിൽ ബന്ധോ എന്നൊക്കെ പറയുന്ന ഒരു ഇല്ലീഗൽ രീതിയിലേക്ക് മാറിയില്ലേ? ആരെയും ഈ ചില സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നതല്ലാതെ ഈ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നീതിന്യായ വ്യവസ്ഥകള് നിരോധിച്ചതിന് ശേഷവും ഇതൊരു ഫോഴ്സ്ഡ് ബന്ധാണ്, ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ഇത് നമ്മൾ ഈ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നു, മഹാത്മാഗാന്ധി പറഞ്ഞതുകൊണ്ട് നമ്മൾ എല്ലാം അടച്ചിട്ടു എന്നൊക്കെ പറയുന്ന ഒരു ലെഗസി. ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയില്ലേ? അന്നത്തെ ഒരു ആവശ്യമല്ലല്ലോ ഇന്ന് നമുക്കുള്ളത്. കാലം മാറി. ഭാരത് ബന്ദിന് ഏതാണ്ട് പുരോഗമിച്ച് തീരാറാവുമ്പോ ഇത് എന്തിനാണ് എന്ന് പലർക്കും അറിയില്ല. ഇതൊരു ഗുണ്ടായുസം കാണിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു അടച്ചിടാനുള്ള, അടപ്പിക്കാനുള്ള, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കാനുള്ള, ഒരു ബവറേജസിൽ ക്യൂ നിന്ന് പിറ്റേ ദിവസം വീട്ടിലിരുന്ന് അത് ആസ്വദിക്കാനുള്ള, ഒരു ഹർത്താൽ ദിന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കാണാനുള്ള ഒരു കാര്യമായി മാത്രം ആണ് ഇന്ന് മലയാളി ഇതിനെ കാണുന്നത്. ഏതൊരു സിനിമയിൽ പറയും പോലെ, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ എന്ന് പറയുന്ന ആ ഒരു മനസ്സ് ആണ് മലയാളിയുടേത് എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. പല ട്രേഡ് ഓർഗനൈസേഷൻസും ഇതിനെപ്പറ്റി വലിയ ഒരു ശക്തമായി ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പം CII പോലുള്ളതാണെങ്കിലും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര് ഫോഴ്സ്ഫുള്ളി കട തുറക്കണം അല്ലെങ്കിൽ വാഹന നിരത്തിൽ ഇറക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഭയം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു നിഷ്ക്രിയത്വം മലയാളി മനസ്സിനെ ഗ്രസിച്ചിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെയുള്ള ഇപ്പം നാളെ ഞാനും പ്രശാന്തും കൂടെ ഒരു ബന്ധാണ് അല്ലെങ്കിൽ ഒരു പണിമുടക്കാണ്, ഇപ്പൊ ബന്ധം പറയാൻ ഒക്കില്ലല്ലോ, പണിമുടക്കാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി മാറി. അതാണ് അതിന്റെ ഒരു ഓവറോൾ. ഒരു വാട്സാപ്പിൽ ആഹ്വാനം ചെയ്താലും മതി. കറക്റ്റ്. അത് നടന്നിട്ടുണ്ടല്ലോ ഇവിടെ. വാട്സാപ്പിൽ ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഈ ഇല്ലീഗലായിട്ടുള്ള ഒരു രീതി നമ്മൾ ഒരു ഇവിടുത്തെ പൊതുസമൂഹം മുന്നോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഒരു ഓപ്പണിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഒബ്സർവേഷൻ. ഇത് എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ്, അത് സ്വാഗതം ചെയ്യുന്നതാണ്. ഈയിടെയായിട്ട് പണിമുടക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോ നമുക്ക് നാച്ചുറലി ഒരു എന്താ പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി മുതലെടുത്തുകൊണ്ട് ആളുകൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഈ ഒരു ഭൂരിഭാഗം ആളുകളും, ഞാൻ സംസാരിച്ചവർക്ക് എന്തിനാണ് ഈ പണിമുടക്ക് എന്നുള്ളതിനെ പറ്റി യാതൊരു വിവരവും ഇല്ല. പണിമുടക്കിന്റെ ആവശ്യകത എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. ശരി, ഞാൻ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന്, തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിലാളിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ലേബർ കോഡിനെ കുറിച്ചുമൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം, ഈ ഒരു ദിവസത്തെ 24 മണിക്കൂർ പണിമുടക്ക് കൊണ്ട് ഈ പണിമുടക്ക് നമ്മുടെ സമ്പദ് മേഖലയ്ക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം അത് എങ്ങനെയാണ്? എത്ര വലുതായിരിക്കും? അതോ ഈ പറയുന്നത് പോലെ വലിയ ആഘാതമൊന്നും ഏൽപ്പിക്കാതെ ഒരു ചെറിയ നഷ്ടം മാത്രമേ നമ്മുടെ സമ്പദ് മേഖലയ്ക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുകയുള്ളൂ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? കേരളത്തിന്റെ GSDP എന്ന് പറയുന്നത് ഡെയിലി GSDP, ഒരു ആവറേജ് ഡെയിലി ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3500 മുതൽ 4000 കോടി രൂപ വരെ എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു ഫുൾ ദിവസം അടച്ചിട്ടാൽ
ട്രേഡ്, അതായത് വാണിജ്യം, വ്യാപാരം, ടൂറിസം, ആ. റെമിറ്റൻസ്, ബാങ്കിലുള്ള റെമിറ്റൻസ്, സർവീസസ്, ഇത്രയും മേഖലകളാണ് നമ്മളെ ഈ സ്തംഭിക്കുന്നത്. അതെ. നിലനിർത്തുന്ന ഒരു അല്ലാതെ വലിയ മാനുഫാക്ചറിങ് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഇല്ല. ആ. അപ്പോ നമ്മുടെ ഒരു സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് ഈ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുന്നത്. വാണിജ്യം, ഈ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാകട്ടെ, ടൂറിസം വലിയ മേഖലയാണ് അതിനെ ബാധിക്കുന്നത്, റെമിറ്റൻസ്, ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന ആഘാതം, സർവീസസ് സെക്ടർ, ആളുകൾക്ക് എസ്പെഷ്യലി ഈ പറയുന്ന ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സർവീസസ് മേഖലയിൽ ഉണ്ടാകുന്ന, ഇന്ന് പ്രാക്ടിക്കലി ആരും വന്നിട്ടില്ല ഓഫീസിൽ. അപ്പോ അതെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏതാണ്ട് 2000 മുതൽ 2500 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ 3500-4000 കോടിയുള്ള ഒരു GSDP-യിലെ 2000 മുതൽ 2500 കോടി രൂപ വരെ, അതായത് ഒരു 60-65% വരെ നഷ്ടപ്പെടുകയാണ്. അതെ അതെ. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സിന് ഏതാണ്ട് 15 മുതൽ 20% വരെ, അതായത് 400 മുതൽ 600 കോടി രൂപ വരെയുള്ള ഇമ്പാക്ട് ഉണ്ടെന്നാണ് പറയുന്നത്. KSRTC ഉൾപ്പെടെ പ്രൈവറ്റ് ബസ്സുകൾ, ടാക്സി, ഓട്ടോറിക്ഷ, ഈ ചരക്ക് ഗതാഗതത്തിനുള്ള എല്ലാ മൂവ്മെന്റും നിർന്നില്ലേ. അപ്പൊ ഇത് സപ്ലൈ ചെയിൻ എന്നും ഒരു ലോജിസ്റ്റിക്സിലൊക്കെ ഉള്ള ഡിസ്റപ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത് 400 മുതൽ 600 കോടി രൂപ വരെ. അതുപോലെ ചെറുകിട വ്യവസായത്തെ 20 മുതൽ 25% വരെ ബാധിക്കുന്നതാണ്. ഏതാണ്ട് 500 മുതൽ 700 കോടി രൂപ വരെയാണ് ഈ ഫാക്ടറീസിലും MSME സെക്ടറിലും ITES മേഖലയിലെ ടെക്നോ പാർക്കുകളുള്ള സ്ഥലങ്ങളിലുള്ള ഇമ്മീഡിയറ്റ് എഫക്റ്റ് കണക്കാക്കപ്പെടുന്നത് 500 മുതൽ 700 കോടി രൂപ വരെ. പിന്നെയുള്ള ഒരു വലിയ മേഖല എന്ന് പറയുന്നത് ടൂറിസവും ഹോസ്പിറ്റാലിറ്റീസ്, ഹോട്ടൽ അനുബന്ധമായ സർവീസസ്, അതുപോലെ കോവളം മുതലായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, ഇതിന്റെ എല്ലാം ഒരു 10 മുതൽ 15% വരെ, 200 മുതൽ 400 കോടി രൂപ വരെയാണ് അത് ക്യാൻസലേഷൻ സ്പൈക്ക് പറയുന്നത് ഒരു ദിവസത്തെ. ഹൗസ് ബോട്ട് ആകട്ടെ, ടൂറിസ്റ്റ് ഇതാകട്ടെ, ഇന്ന് അത് ആളുകൾ ഭയന്നാണ് വരാതിരിക്കുന്നത്. അതുപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറിൽ 150 മുതൽ 300 കോടി രൂപ വരെയാണ്. ഡെയിലി വേജ്, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്. ഇതെല്ലാം ഞാൻ പറയുന്ന ഒരു ദിവസം അടച്ചിട്ടു അല്ലെങ്കിൽ ഒരു അവധി എടുത്തു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വയ്ക്കാൻ അതിന്റെ സാമ്പത്തിക പഠനം. പക്ഷേ ഇത് ഏറ്റവും ക്രൂഷ്യലായിട്ട് ബാധിക്കുന്ന ഡെയിലി വേജ് വർക്കേഴ്സിനെയാണ്. എസ്പെഷ്യലി നമ്മൾ അന്യദേശ തൊഴിലാളികളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടാകുന്ന അവർക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നിയേക്കാം. അപ്പോ ഈ ഡെയിലി വേജ് ഇൻഫോർമൽ സെക്ടറിൽ 50 മുതൽ 100 കോടി രൂപ വരെയാണ് അവരുടെ ഇൻകത്തിന്റെ ഇമ്പാക്ട്. അത് ഇന്ന് ഈ പറയുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നവരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഇവരുടെ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക്. അപ്പൊ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാനിത് മനസ്സിലാക്കുന്നത് 50 മുതൽ 100 കോടി വരെ ഡയറക്റ്റ് ആയിട്ടുള്ള വേജ്. നമ്മുടെ വീട്ടിലൊരാൾ വന്ന് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് വേതനത്തിന് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഏതാണ്ട് 100 കോടിയോളം പോവുക. കൺസ്ട്രക്ഷൻ ആകട്ടെ, ലോഡിങ് അൺലോഡിങ് വർക്കേഴ്സ് ആകട്ടെ, ഈ പറയുന്ന GRAMജി എന്ന് പറയുന്നത് പോലെയൊക്കെ ഉള്ള സ്കീമുകളിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ, ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുമ്പോൾ ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന ബിലോ പോവർട്ടി ലൈൻ, നമുക്ക് പക്ഷെ ദാരിദ്ര്യം ഇല്ലല്ലോ, അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം കണ്ട് അതിനെപ്പറ്റി പ്രശ്നമില്ല. എന്നാൽ പോലും ഒരു 10-100 കോടി രൂപയുടെ ഒരു നഷ്ടം അവിടെ സംഭവിക്കും. ഗവൺമെന്റിന് 200 മുതൽ 300 കോടി രൂപ വരെയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അത് ഈ പറയുന്ന നികുതി ഇനത്തിലുള്ള എക്സൈസ് ആണെങ്കിലും, ഫീസ് ആണെങ്കിലും, GST ഷെയർ ആണെങ്കിലും, ഇൻവെസ്റ്റർമാരുടെ ഒരു കോൺഫിഡൻസ് പോയി. ഇതിന്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും കുറച്ചുകൂടെയാണ്. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ ഈ പറയുന്ന ഒരു ഏതാണ്ട് 2000-2500 കോടി എന്നുള്ളതല്ല. ആളുകൾ ഇവിടെ ഒരു നിക്ഷേപകനായിട്ട് വരാനായിട്ടുള്ള കാര്യം വരെ മടിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മൾ ഡാവോസ് മുതൽ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ജിം വരെയൊക്കെ ഉള്ള ഇതിൽ ഇൻവെസ്റ്റേഴ്സ് ഇത്രയും ലക്ഷം കോടി രൂപ വരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1 കോടി പോലും ഇവിടെ വന്നിട്ടില്ല. ഉള്ളവർ തന്നെ ഇവിടെ ജീവനം കൊണ്ട് ഓടുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഞാൻ രാഷ്ട്രീയക്കാരെ അല്ല ഇതിന് കുറ്റം പറയുന്നത്, നമ്മുടെ പൊതുസമൂഹത്തെയാണ്. അവര് ഇതിനെ അതിലേക്ക് വരാം. അവിടെ അങ്ങ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ആഘാതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് വരുത്തുന്ന നഷ്ടത്തെക്കുറിച്ച് അങ്ങ് വിശദമായിട്ട് പറഞ്ഞു.
ഇത് സമൂഹത്തിൽ ഇത് എന്താഘാതമാണ് സൃഷ്ടിക്കുന്നത് ഈ പണിമുടക്ക്? അതൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അതായത് ഇതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ബന്ദ് എന്ന് പറയുന്നത് ഒരു നമ്മൾ വിജനമായ വീഥികളും ഒരു ഡെയിലി ലൈഫിനെ മൊബിലിറ്റി ഇത് വളരെ ശക്തമായിട്ട് ബാധിക്കും. അതായത് ട്രാവൽ ചെയ്യാൻ ആളുകൾ ഭയക്കും. ഇപ്പൊ എയർപോർട്ടിൽ പോകുന്നവരാണെങ്കിലും ഒരു വിവാഹം നടക്കുന്നതാണെങ്കിലും ഇവന്റ്സ് നടക്കുന്നതാണെങ്കിലും ഇതിലെല്ലാം ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകും. അത് എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിലും എൽഡർലി ആയിട്ടുള്ള ആളാണെങ്കിലും ഇവർക്കൊക്കെ ഒരു വലിയ ഇൻകൺവീനിയൻസ് ആണ്, ഭയം ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊതുസമൂഹം ഇതിനെ പ്രതികരിക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയെ വളരെ വളരെ ശക്തമായിട്ട് ബാധിക്കും. സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു, അവരുടെ ഒരു ദിവസത്തെ പഠന ഇത് ചെയ്യുന്നു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എന്ത് ബെനിഫിറ്റ് ആണ് ഇതിന്റെ ഇമ്പാക്ട് അസസ്മെന്റ് എന്താണ്? ഹെൽത്ത് കെയർ, ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന ആളുകൾ വളരെ ഈ പറയുന്ന ഭീതിയോടുകൂടി ആശുപത്രി എന്നും ഹോസ്പിറ്റൽ എന്നൊക്കെ എഴുതി ബോർഡ് വെച്ചിട്ടൊക്കെ ആളുകൾ പോകുന്നു. പിന്നെ അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെയിലി വേജ് വർക്കേഴ്സിന്റെ തന്നെ അല്ലെങ്കിൽ സ്ട്രീറ്റ്, ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ പോലും ഒരുപാട് രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഈവൻ കേന്ദ്ര സർക്കാരൊക്കെ ഇവർക്ക് വേണ്ടി ലോൺ പോലും ഈ സെക്യൂരിറ്റി ഇല്ലാതെ നൽകുന്ന സമയത്ത് ഇത് അടച്ചിടേണ്ട ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ യൂണിയൻ ആളുകൾ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു മോട്ടീവ് ആയിട്ടുള്ളതാണ്. അതായത് ഒരു ലേബർ കോഡ് ഇമ്പാക്ട് ചെയ്യുമ്പോൾ സമൂഹം എന്താ ചെയ്യേണ്ടത്? ലേബർ യൂണിയൻ എന്താ ചെയ്യേണ്ടത്? അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി എന്താ ചെയ്യുന്നത്? പാർലമെന്റിൽ ഇതിനെപ്പറ്റി ഒരു വാദമുണ്ടാക്കണം. പാർലമെന്റിൽ അതിന് ഇത് ചെയ്യണം. ഇത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇറങ്ങിപ്പോയാൽ അവിടെ ഒരു രീതിയിലും ഒരു ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് അവർ കൊണ്ടുവരുന്ന ഇതിനൊരു ചർച്ച പോലും ഇല്ലാതെ പാസ്സായി പോവുകയല്ലേ? അതെ, ഞാൻ അതിലേക്ക് വരുന്നു. അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. ഈ ഒരു പണിമുടക്ക് കൊണ്ട് എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഈ സമരാനുകൂലികൾ ലക്ഷ്യമിടുന്നത്? ഈ പറയുന്നത് പോലെ ഭരണകക്ഷിയെ എതിർക്കാനും ഭരണകക്ഷി കൊണ്ടുവന്ന നിയമത്തിലെ ബില്ലിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ പണിമുടക്ക് നടത്തുന്നത്. അങ്ങിപ്പം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രസക്തമായ കാര്യമാണ് ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ചർച്ച അനുവദിക്കാതെ ബഹളമുണ്ടാക്കുകയും ബില്ല് വലിച്ചു കീറുകയും അത് സ്പീക്കറുടെ മുഖത്തേക്ക് എറിയുകയും എന്നിട്ട് അവസാനം സഭ ബഹിഷ്കരിക്കുകയും ചെയ്യുക. ഒരു ചർച്ചയും നടക്കുന്നില്ല. ഭരണകക്ഷി വളരെ ഏകപക്ഷീയമായിട്ട് അവരുടെ ഇത് ബില്ല് പാസ്സാക്കാനുള്ള മെജോറിറ്റി വെച്ച് ബില്ല് പാസ്സാക്കി കൊണ്ടുപോകുന്നു. അതിനുശേഷം പിന്നീട് പുറത്തിറങ്ങി ഒരു 6 മാസം കഴിഞ്ഞ് ബില്ല് ജനവിരുദ്ധമാണ് എന്ന് ആരോപിച്ച് വലിയ രീതിയിൽ സമരം ചെയ്യുന്നു. ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം, ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് എന്താണ്? അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു വിലയിരുത്തൽ ഇതൊരു രാഷ്ട്രീയ മണ്ടത്തരം തന്നെയാണ്. ഇന്ന് ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നൊരു മലയാളി മനസ്സ് ഇതിനെ ഒരു അവധി ദിവസമായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതെന്നല്ലാതെ ഇതൊന്നും ഒരു രാഷ്ട്രീയമായിട്ട് ഇവരാരും ഞാൻ പറയില്ല, നോബഡി സോ അബേ എന്തിനാണ് ഇങ്ങനെ എന്നൊരു അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതെ, പക്ഷേ എനിക്കൊരു വീട്ടിലിരിക്കാനുള്ള സമയം കിട്ടി, അല്ലെങ്കിൽ ഇന്ന് ഒരു മടി പിടിച്ച് ഉള്ളൊരു ഇത് ചെയ്യാമെന്നല്ലാതെ അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാവും. ഒരു ജീർണിച്ച ഈ പറയുന്ന മാർക്സിയൻ ചിന്താഗതിയോ അല്ലെങ്കിൽ അന്നത്തെ കാലഹരണപ്പെട്ട പണ്ട് കാലത്തെ ഉള്ള ഒരു സമരായുധം എന്ന് വിചാരിക്കുന്നവര്. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ നേതൃത്വം ഇതിനകത്ത് ഒരു വലിയ പണ്ടെന്തോ എഴുതി വെച്ചിരുന്നതിനെ ഒരു റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. ഇതൊരു മതപുസ്തകം പോലെ തന്നെയാണല്ലോ. ആ മതപുസ്തകം ഫോളോ ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ഏതോ കാര്യങ്ങളൊക്കെ മഹത്തരമാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നത് ഈ ലെഫ്റ്റിന്റെ ഒരു സിദ്ധാന്തം. അല്ലാതെ വേറെ ഒരിടത്തും ഇല്ലല്ലോ. ലോകത്ത് വേറെ പലയിടത്തും കാലഹരണപ്പെട്ടെന്നും ആളുകൾ തിരസ്കരിച്ചതുമായിട്ടുള്ള കാര്യം. ചൈന പോലും ഇന്ന് കമ്മ്യൂണിസവും മാർക്സിസവും ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇന്ന് അവര് സിഇസമൊന്നോ അവര് ന്യൂ ലിബറൽ എക്കണോമിക് പോളിസിയിലേക്കൊക്കെ മാറി. അപ്പൊ അതുകൊണ്ട് ഒരു ബേസിക്കലി യൂണിയൻ ഗവൺമെന്റിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഇതുണ്ടാക്കി എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക, ഇത് മാത്രമായിരിക്കാം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്. അതെ. പിന്നെ ഒരു ലീഗൽ ഗവർണൻസ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ പൊളിറ്റിക്കലി ഈ പറയുന്ന ഇവർക്ക് വാസ്തവം മോശമായിട്ടാണ് വരുന്നത്. പലയിടത്തും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ട്രക്ക് മൂവ്മെന്റ് നിർത്തി എന്നൊക്കെ പറയുന്ന ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. ആ ഇൻസിഡൻസ് എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന
വഴിയാത്രക്കാരെ തടയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാച്ചുറലി ആളുകൾക്ക് ആ സിസ്റ്റത്തിനോടൊരു ദേഷ്യവും വെറുപ്പും അല്ലേ വരുന്നത്. അതെ. അപ്പൊ ഇതിനകത്ത് ഒരു യൂണിയൻ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാവാം. അതായത് ഇന്നും റെലവെന്റ് ആണ് എന്നുള്ളൊരു വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. കാരണം കരുത്ത് തെളിയിച്ചതായി തോന്നിപ്പിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. തെളിയിക്കാൻ എന്താ, കേരളത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടി, അത്യാവശ്യം ഒരു കാഡറുള്ള പാർട്ടി, ഒരു വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുത്തു എന്നുള്ളതല്ലാതെ നാഷണലി ഒരു റെലവൻസ് ഇപ്പോഴില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഈ പറയുന്ന പത്രങ്ങളിലും ഈ പറയുന്ന എല്ലാം ഒരു ചർച്ച, ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാ? അതുകൊണ്ട് അങ്ങനെ ഒരു റെലവൻസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതല്ലാതെ ഒരു ഇഫക്റ്റീവ് ഒരു ഷോർട്ട് ടേം മൊബിലൈസേഷൻ ആണെങ്കിൽ പോലും ഇതിനൊരു ലോങ് ടേം എക്കണോമിക് ഇമ്പാക്ട് ഉണ്ട്, സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്, പൊളിറ്റിക്കലി ഒരു ഇമ്പാക്ട് നെഗറ്റീവായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിമിനിഷിങ് പൊളിറ്റിക്കൽ റിട്ടേൺ ആയിട്ടാണ് പലരും ആളുകൾക്കൊരു മതിപ്പ് കുറഞ്ഞു വരുന്ന ഒരു രീതിയാണ് കാണുന്നത് ഈ രീതിയിലുള്ള. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും എതിർപ്പുണ്ട്. ഞാൻ ലേബർ കോഡ് മുഴുവൻ ഏറ്റവും ഉദാത്തമായ ക്ലോസസാൽ നിമിഡമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഇത് ഇവോൾവ് ചെയ്യുന്നതാണ്. ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കിയ നിയമങ്ങൾ മാറി നമ്മൾ പുതിയ നിയമങ്ങളിലേക്ക് മാറി കാലാനുസൃതമായ മാറ്റം വരണം. അങ്ങനെയാണെങ്കിൽ അതിന് ഇഫക്റ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർലമെന്ററി ചർച്ചയും ആ ചർച്ചകളിലൂടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെന്റ് അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആ പറയുന്ന രീതിയിലേക്ക് പോവാതെ ഒരു ഗുണ്ടായിസവും ആളുകളെ ഫോഴ്സ്ഫുൾ ചെയ്യുകയും സ്റ്റോൺ പെൽറ്റിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര കാലം തുടർന്നു പോകാൻ ഒക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ നിർത്തിയിടത്ത് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും ഈ ലേബർ കോഡിലെ അപകടങ്ങളെക്കുറിച്ചും ഒക്കെ വാചാലരാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ബന്ദ് നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പണിമുടക്ക് നടത്തുന്നത്. ഇവർ രണ്ടുപേരും ഒരു കാര്യം മറന്നുപോയി. ജീവനക്കാരുടെ DA എന്ന അവകാശം അത് ജീവനക്കാരൻ്റെ അവകാശമാണ്, ആനുകൂല്യമാണ് എന്നത് മാറ്റി അവിടെ അത് സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്ന് സത്യവാങ്മൂലം കൊടുത്ത ഒരു സർക്കാർ കേരളത്തിലുണ്ട്, ഒരു ധനമന്ത്രി കേരളത്തിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് കേരളത്തിൽ പണിമുടക്കി എല്ലാവർക്കും ഡയസ്നോൺ ആണ് എന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ചെയ്യാം. അതായത് ഈ ആളുകൾ തന്നെ ഇവരെ കൊണ്ട് ഇതെല്ലാം കുട്ടക്കുരങ്ങനെ കൊണ്ട് ചോറ് വാങ്ങിച്ചിട്ട് ഇതിന്റെ നിയമങ്ങൾ ഏതാണ്ട് പാലിച്ചിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫ്യൂ സംസ്ഥാനങ്ങൾ കേരളമാണ്. ഇന്ന് പണിമുടക്കിയവർക്കൊക്കെ ഒരു ഡയസ്നോൺ ആശംസകൾ ഇവിടെ അറിയിച്ചിട്ട് വേണം നമ്മൾ ഇത് നിർത്താനെന്ന് എനിക്ക് തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഹൈക്കോടതി കഴുത്തിന് പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പണിമുടക്കിനെതിരെ ഈ ബന്ദായി അല്ലെങ്കിൽ അത് ഹർത്താലായി മാറുമ്പോൾ ഹൈക്കോടതിയൊക്കെ അതിൽ ഇടപെടാറുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊരു ചോദ്യം വരും എന്ന് ഭയന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ചത്. എന്തായാലും ആ ഡയസ്നോൺ ആശംസകൾ കൂടെ എല്ലാവർക്കും നേരുന്നു. ഒപ്പം DA അവകാശമല്ല, സർക്കാരിൻ്റെ ഔദാര്യമാണെന്ന ആ ഒരു സത്യവാങ്മൂലത്തിനും നമോവാകം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.